വീണ്ടും ഒരു വസന്തം കൂടി ഭാഗം 15. രചനാ സംഭാഷണം രുദ്രപ്രിയ. വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ നന്ദുവിനല്പം ആശ്വാസം തോന്നി. സത്യ ഭക്ഷണം കഴിക്കാതെ പോയതിൽ സുമയെപ്പോലെ നന്ദുവിനും വിഷമമുണ്ടായിരുന്നു. അമ്മേ, അദ്ദേഹം ഒന്നും കഴിക്കാതിരുന്നാൽ മെഡിസിൻ കഴിക്കേണ്ടതല്ലേ? ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചില്ലായിരുന്നേൽ ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നിരിക്കുമല്ലേ? നന്ദു സങ്കടത്തോടുകൂടി സുമയോട് ചോദിച്ചു. മോൾ അതൊന്നും ആലോചിക്കേണ്ട. മുറിയിലേക്ക് പോകുമ്പോൾ അമ്മ തരുന്ന പാലും കുറച്ച് ഫ്രൂട്ട്സും കൂടെ കയ്യിലെടുത്തോ, അവൻ കഴിക്കും. സുമ പറഞ്ഞ പോലെ നന്ദു പാൽ ഗ്ലാസും കുറച്ച് ഫ്രൂട്ട്സുമായി റൂമിലേക്ക് ചെന്നു. ഡോറിന് മുന്നിൽ നിൽക്കുമ്പോൾ അതുവരെ കരുതി വെച്ചിരുന്ന ധൈര്യം മുഴുവനും ചോർന്നു പോകുന്നത് പോലെ നന്ദുവിന് തോന്നി. ഇനി എന്തുണ്ടായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന തീരുമാനത്തിൽ അവൾ റൂമിലേക്ക് കയറി കയ്യിലിരുന്ന പാൽ ഗ്ലാസും ഫ്രൂട്ട്സും ടേബിളിൻ്റെ പുറത്ത് വെച്ചു. അവൾ റൂമിനുള്ളിലേക്ക് വരുന്നതും കയ്യിലിരുന്ന സാധനങ്ങൾ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്നതുമെല്ലാം സത്യ കണ്ടുവെങ്കിലും അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. വാഷ്റൂം വരെ പോയി വന്നതിന് ശേഷം നന്ദു ബെഡിൻ്റെ മറുവശം നേരെ കുടഞ്ഞു വിരിച്ച് പില്ലോ എടുത്ത് അവിടെ വെച്ചു. നീ എന്തായി കാണിക്കുന്നത്? എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാ? അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് സദ്യ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. കണ്ടിട്ട് മനസ്സിലായില്ലേ? സമയം എത്ര ആയി എന്ന വിചാരം? എനിക്ക് ഉറക്കം വരുന്നു. നേരം വെളുത്തത് മുതൽ കെട്ടിയൊരുങ്ങി നിൽക്കുന്നതാണ്. എവിടെയെങ്കിലും ഒന്ന് നടുവ് ചായ്ക്കണം. അതിനെന്തിനാ ഇവിടെ തട്ടി വിരിക്കുന്നത്? നിനക്ക് താഴെ എങ്ങാനും കിടന്നാൽ പോരെ? അയ്യടാ, നന്നായി. ഞങ്ങൾ ഇത്തിരി പൈസയ്ക്ക് കുറവുണ്ടെങ്കിലും നിലത്തൊന്നും കിടക്കേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ നല്ല അസല് കട്ടിലിലും മെത്തയിലും തന്നെയാണ് കിടന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് തറയിലൊന്നും കിടക്കാൻ വയ്യ. ഞാനിവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് മാറിക്കിടക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ കയറി കിടന്നു. സദ്യ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാതെ ഒരു വശം ചരിഞ്ഞ് കണ്ണുകൾ ഇറക്കി അടച്ചു. സദ്യ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് വെരികിനെ പോലെ മുറിയിൽ നടക്കുന്നതുമെല്ലാം നന്ദു അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്ത മട്ടിൽ അവൾ അങ്ങനെ കിടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഉറങ്ങി. സത്യയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം സെറ്റിയിൽ ചെന്ന് കിടന്നു നോക്കി. പക്ഷേ ഇതിനു മുന്നേ ഒന്നും അങ്ങനെ കിടന്ന് ശീലമില്ലാത്തത് കൊണ്ട് അവന് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും തോന്നി. അല്ലെങ്കിൽ തന്നെ എൻ്റെ മുറിയിൽ എൻ്റെ ബെഡിൽ ഞാൻ എന്തിനാണ് അവൾക്ക് വേണ്ടി സ്ഥലം മാറിക്കൊടുക്കുന്നത്? അവൻ ബെഡിൽ തന്നെ വന്ന് കിടന്നു. ഉച്ചയ്ക്ക് കാര്യമായി ഭക്ഷണം ഒന്നും കഴിച്ചില്ല. അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വേണ്ടെന്നും പറഞ്ഞു. ദേഷ്യപ്പെട്ട് കയറി വന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൻ എഴുന്നേറ്റ് പ്ലേറ്റിലിരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഏകദേശം വയറ് നിറഞ്ഞു എന്ന് തോന്നിയപ്പോൾ കഴിപ്പ് മതിയാക്കി ബെഡിൽ കയറി കിടന്നു. രാവിലെ പതിവ് പോലെ നന്ദു എഴുന്നേറ്റ് ഫ്രഷായി വീട്ടിലായിരിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചുടനെ പൂജാമുറിയിൽ വിളക്ക് വയ്ക്കും. ആ പതിവ് തെറ്റിച്ചില്ല. രാവിലെ പൂജാമുറിയിലേക്ക് വെച്ചു പഠിച്ചു. അപ്പോഴേക്കും നിലവിളക്ക് കൊളുത്തിയിരിക്കുന്നു. അടുക്കളയിൽ അനക്കം കേട്ടതും അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ലത ആൻറ്റിയാണ്. കുളിച്ച് തലയിൽ വട്ടം കെട്ടിയിട്ടുണ്ട്. അടുക്കളയിൽ കാൽപ്പെരുമാറ്റം കേട്ടതും ലത പിന്തിരിഞ്ഞു നോക്കി. അപ്പോൾ മുന്നിൽ നിൽക്കുന്നു നന്ദു. ആഹാ, മോൾ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞോ? ഞാൻ എന്ന് നേരത്തെ എഴുന്നേൽക്കും. എഴുന്നേറ്റ ഉടനെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വയ്ക്കും. പൂജാമുറിയിൽ ചെന്നപ്പോൾ വിളക്ക് കത്തിച്ചിരിക്കുന്നു. അതാരാണെന്ന് നോക്കുമ്പോഴാണ് കിച്ചണിൽ നിന്ന് ബഹളം കേട്ടത്. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. അത് പണ്ട് മുതലേ ശീലമാണ്. എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് കുളിച്ച് വിളക്ക് വയ്ക്കണം. രാവിലെ കോഫി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. രാവിലെ ചായ പതിവില്ല. ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കും. അത് നിർബന്ധമില്ല. അമ്മ നിർബന്ധിക്കുകയാണെങ്കിൽ കുടിക്കാം. എന്നാൽ ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഇതാ ഒരു ഗ്ലാസ് കട്ടൻ കുടിക്ക്. അടുക്കളയിൽ നിന്ന് കളിയും ചിരിയും കേട്ടുകൊണ്ടാണ് സുമ അകത്തേക്ക് വന്നത്. അടുക്കളയിൽ ലതയ്ക്കൊപ്പം നിൽക്കുന്ന നന്ദുവിനെ കണ്ടപ്പോൾ സുമയ്ക്ക് സന്തോഷമായി. ഇതെന്താ രണ്ടുപേരും കൂടി വലിയ കളിയും ചിരിയോ ആണല്ലോ. കളിയും ചിരിയോ ആദ്യം മുതലേ കേൾക്കണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് വരണം. സുമയെ നോക്കിക്കൊണ്ട് ലത പറഞ്ഞു. ആഹാ, ഇപ്പം അങ്ങനെയായോ? എന്നും ആദ്യം എഴുന്നേറ്റ് പൂജാമുറിയിൽ വിളക്ക് വെച്ചിരുന്നതൊക്കെ ആരാ? ഞാനല്ലേ. ഇടയ്ക്ക് വെച്ച് എനിക്ക് BP ചെറിയ വ്യത്യാസം വന്നപ്പോൾ മുതലാണ് മാഡം ഇതൊക്കെ ഏറ്റെടുത്ത് തുടങ്ങിയത്. എന്നിട്ടിപ്പോൾ ആളാകുന്നു. അല്ല മോളെ, ചോദിക്കാൻ വിട്ടു. ഇന്നലെ സത്യ ഭക്ഷണം കഴിച്ചായിരുന്നു? ആദ്യം വേണ്ട, കഴിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കൊണ്ടുവച്ചിരുന്ന ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചിരുന്നു. രാവിലെ ഞാൻ ഉണർന്നു നോക്കുമ്പോൾ പാത്രം കാലിയാണ്. മോൾ ആദ്യം മുതലേ പാവം പോലെ അവൻ്റെ അടുക്ക നിന്നാൽ ഒരിക്കലും നിങ്ങൾ തമ്മിലൊരു ജീവിതം ഉണ്ടാവില്ല. അവൻ്റെ ജീവിതം നന്നാക്കാൻ ഒരു പരീക്ഷണ വസ്തുവാക്കിയതല്ല നിന്നെ. അത്രമാത്രം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ആ ഇഷ്ടം വൈകാതെ തന്നെ സത്യ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവന് രാവിലെ ഒരു ബ്ലാക്ക് ടീ പതിവുള്ളതാണ്. അത് മോൾ കൊണ്ടു കൊടുക്കുമോ? സുമയുടേതായിരുന്നു ചോദ്യം. എന്ത് കൊണ്ടു കൊടുക്കുന്നതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കില്ല എന്നൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ആ സംശയം നമുക്ക് ഇന്ന് തന്നെ തീർക്കാം.
എന്തായാലും മോള് തന്നെ കൊണ്ടു കൊടുക്ക്. ബ്ലാക്ക് ടീയുമായി നേരെ മുകളിലേക്ക് ചെല്ലുമ്പോൾ റൂമിനുള്ളിൽ തന്നെയുള്ള സ്പേസിൽ നിന്ന് അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുകയാണ് സത്യ. അവൻ ബ്ലാക്ക് ടീ ടേബിളിൽ വെച്ച് മുന്നിൽ നിന്നു. സത്യ അത് കണ്ടിട്ടും കാണാത്ത ഭാവം നടിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യം കൊണ്ട് പല്ലിറുമുന്ന ശബ്ദം കേൾക്കാം. എന്നോടുള്ള ദേഷ്യത്തിന് നിങ്ങൾ വെറുതെ പല്ല് കടിച്ച് പൊട്ടിക്കേണ്ട, ഞാൻ പുറത്തു പോയേക്കാം പറഞ്ഞുകൊണ്ട് നന്ദു റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞതും സത്യ എത്തി നോക്കി ബ്ലാക്ക് കോഫി എടുത്തു കുടിച്ചു. കൃത്യമായി അത് നന്ദു കാണുകയും ചെയ്തു. അവൾ കൈയും കെട്ടി അവനെ നോക്കി ഡോറിനടുത്തായി നിന്നു. എന്താടി നോക്കുന്നത്? ഇതെൻ്റെ വീടാണ്. നിന്നോടുള്ള ദേഷ്യത്തിന് ഞാനെന്തിനാ എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ വീടാണ്, എല്ലാം ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയും. അത് കേൾക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ദേഷ്യം അതൊന്ന് കാണണം. എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങിപ്പോകണമോ? വേണ്ട, ഞാൻ പോയേക്കാം. അവൾ വേഗം താഴേക്ക് ചെന്നു. അടുക്കളയിൽ രാവിലെ കാപ്പിക്കുള്ള തിരക്കിലായിരുന്നു സുമയും ലതയും. വാടിയ മുഖവുമായി വരുന്ന നന്ദുവിനെ കണ്ടപ്പോൾ ഇരുവരും പരസ്പരം നോക്കി. എന്താ മോളെ, അവൻ വഴക്കു പറഞ്ഞോ? അവൾ ഒന്നുമില്ലെന്ന് കണ്ണടച്ച് കാട്ടി. പിന്നെന്താ ഈ മുഖമിങ്ങനെ വാടിയിരിക്കുന്നേ? ഞാൻ എന്നും ഇങ്ങനെ ആളുമായി വഴക്കു പിടിച്ചിരുന്നാൽ മതിയാവുമോ? ആളോ? അതാരാ? ഞങ്ങൾ അറിയാത്തൊരാൾ. അത് അദ്ദേഹം. അദ്ദേഹം ഇതൊക്കെ ആരാ? എനിക്ക് വയ്യ ഈ അമ്മമാരുടെ കാര്യം. പെണ്ണ് മുഖം ചുളുക്കി. എൻ്റെ മോളെ, അവനൊരു പേരുണ്ട് സത്യ. ഒന്നുകിൽ അത് വിളിക്ക്. അയ്യോ, പേര് വിളിക്കാനോ? അത് പാടില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഏട്ടാന്ന് വിളിക്കൂ. എനിക്ക് പറ്റില്ല. പെണ്ണ് ചിണുങ്ങി. എന്നാ പിന്നെ ഇദ്ദേഹം എന്നൊക്കെ വിളിച്ചോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുത്തശ്ശിനെ വിളിക്കാൻ നന്ദു മുകളിലേക്ക് ചെന്നു. ഞാൻ മോളെ കാണണമെന്ന് സുമയോട് പറഞ്ഞിരുന്നു. ഇന്നലെ വന്നതിന് ശേഷം ഇവിടെ നടന്ന പല സംഭവങ്ങളും മോൾക്ക് വിഷമം ഉണ്ടാക്കുന്നതാണെന്ന് മുത്തശ്ശനറിയാം. മോൾക്ക് സത്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ എല്ലാം കാണൂ. ഞാൻ മുത്തശ്ശനോട് ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ മുഖവുരയുടെ ആവശ്യമുണ്ടോ മോളെ? അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നാൽ പഴയ ഓർമ്മകളൊന്നും അദ്ദേഹത്തിന് തിരികെ എത്തില്ല. അതുകൊണ്ട് സാരംഗേട്ടൻ്റെ കൂടെ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫീസിൽ പോകുമ്പോൾ പഴയ ഓർമ്മകൾ പതിയെ തിരികെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയുള്ള അന്തരീക്ഷം അദ്ദേഹത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാക്കും എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. മുത്തശ്ശനും അച്ഛനും അമ്മാവന്മാരും ആലോചിച്ച് വേണ്ടത് ചെയ്താൽ മതി. നീ പറഞ്ഞതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം. അവൻ ആ മുറിയിൽ തന്നെ അടഞ്ഞിരിക്കുന്നത് അവന് നന്നല്ല. പിന്നെയും ആ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് അവനെ തള്ളിവിടാൻ മാത്രമേ ഉപകരിക്കൂ. മോള് പറഞ്ഞത് എന്തായാലും ഒരു നല്ല കാര്യമാണ്. ഞാൻ മാധവനോടൊന്ന് സംസാരിക്കട്ടെ. അവൻ ഇഷ്ടക്കേട് എന്തെങ്കിലും പെരുമാറിയാൽ മോളതിൽ വിഷമിക്കരുത് കേട്ടോ. എടുത്തുചാട്ടം മുൻചുണ്ടി ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ ആള് പാവമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സിൻ്റെ ഉടമ. ഇതിനിടയിൽ മുത്തച്ഛന് നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. സത്യയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറിൽ നിന്നും ഒരു കാര്യം അറിയാനിടയായത്. സത്യ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവനെ കാണുന്നതിനായി ഒരു പെൺകുട്ടി ചെന്നിരുന്നു. ICUവിൽ കയറി അവനെ കാണാൻ പറ്റാത്തത് കൊണ്ട് ആ കുട്ടി നേരിട്ട് ഡോക്ടറെ കണ്ട് അവൻ്റെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഡോക്ടർ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് ആ പെൺകുട്ടിയും സത്യയും തമ്മിൽ അടുപ്പത്തിലായിരുന്നെന്ന് അവൾ പറഞ്ഞത്. പറച്ചിൽ മാത്രമല്ലായിരുന്നു, അവൾ വീട്ടുകാരോടെല്ലാം പറഞ്ഞ ആലോചനയുമായി അവളുടെ വീട്ടുകാരിവിടെ എത്തി. ആക്സിഡൻ്റായി എന്നല്ലാതെ അവൻ്റെ ഓർമ്മ കുറവിനെ പറ്റിയൊന്നും അവർക്കറിയില്ലായിരുന്നു. സ്വയം തിരിച്ചറിയാൻ വയ്യാത്ത ഒരുവൻ്റെ വീട്ടിലേക്ക് മകളെ അയക്കില്ലെന്ന് പറഞ്ഞാണ് അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് ഞങ്ങളെല്ലാവരും അതിൽ വിഷമിച്ചു. പക്ഷെ പിന്നീടാണ് മോളുടെ ആലോചനയുമായി ഞങ്ങൾ അവിടേക്ക് വന്നത്. അവിടെ വന്നപ്പോൾ മോളുടെ അച്ഛനും അമ്മയും ഒന്നും അതിഷ്ടമല്ലായിരുന്നു. പക്ഷേ മോളുടെ തീരുമാനമാണ്. പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ മോൾക്ക് അറിയാവുന്നതല്ലേ. ഈയൊരു കാര്യം മോളോട് നേരത്തെ പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ ഒരു തോന്നൽ. മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നന്ദു തറഞ്ഞു നിന്നു. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ, മോളെ നന്ദു, എന്താ മുത്തശ്ശ? ആ കൊച്ചും സത്യയും തമ്മിൽ ഇഷ്ടമാണെന്ന് സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല. മാർത്താണ്ഡൻ ഡോക്ടർ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിന് ഭാഗമായി ആ കുട്ടിയുടെ വീട്ടുകാർ ആലോചനയുമായി ഇവിടെ എത്തി. പക്ഷേ ഞങ്ങളുടെ സത്യയെ കണ്ടപ്പോൾ അവർ ഈ ബന്ധം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തകർന്നു പോയി ഞങ്ങൾ. അങ്ങനെയാണ് അവനെ സ്നേഹിക്കാൻ, സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരാളെ. അപ്പോഴാണ് മോളുടെ മുഖം ഓർമ്മ വന്നത്. ഞങ്ങളുടെ സത്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മോള്. മുത്തശ്ശ, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മക്കുറവാണ്. ഞങ്ങളുടെ സത്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മോൾ. മുത്തശ്ശൻ പറയുന്നതൊക്കെ അവൾ കേട്ടു.
മുത്തശ്ശ, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മക്കുറവാണ്. അത് മാറി വരുമ്പോൾ ആ കുട്ടിയുമായുള്ള ബന്ധം അപ്പോൾ എന്നെ വെറുക്കില്ലേ? എല്ലാവരും കൂടി ചതിച്ചെന്ന് പറയില്ലേ? ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വിവാഹത്തിന് മുൻപേ തന്നെ ഞങ്ങൾ ആലോചിച്ചതാണ് മോളെ. പക്ഷേ പ്രണയിക്കുന്നവന് ഒരു ആവൽഘട്ടം ഉണ്ടാകുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കാതെ അവനെ വലിച്ചെറിഞ്ഞു പോകുന്നതാണോ യഥാർത്ഥ പ്രണയം? ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവളുടെ മാതാപിതാക്കളുടെ തീരുമാനം മാത്രമേ അവൾക്കനുസരിക്കാൻ കഴിയൂ. സ്വബോധമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ മകളെ പറഞ്ഞു വിടുന്നത് ശരിയല്ല എന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും. അതിനവരെയും കുറ്റം പറയാൻ കഴിയില്ല. ഞങ്ങളുടെ മനസ്സിൽ നീയാണ് സത്യയോട് ചേർന്ന് നിൽക്കേണ്ടതെന്ന് തോന്നി. അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ആലോചനയുമായി അവിടേക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷയില്ലാതെ കടന്നു വന്നതായിരുന്നു. പക്ഷെ നിന്റെ മനസ്സിൽ ഞങ്ങളുടെ സത്യയോട് ചെറുതായെങ്കിലും ഒരു പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിവാഹം നടന്നത്. അവൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞു വേണം നീ അവനോടൊപ്പം ജീവിക്കാനെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശൻ എല്ലാം നിന്നോട് തുറന്നു പറയുന്നത്. അവൻ ഇഷ്ടക്കേടുകൾ ഒരുപാട് കാണിക്കും. മോൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ നിമിഷം നിനക്ക് തിരികെ പോവാം. മുത്തശ്ശൻ എന്തൊക്കെയായി പറയുന്നത്? അദ്ദേഹം കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാകുമ്പോൾ ഞാൻ ഇട്ടെറിഞ്ഞു പോകുമോ? അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നന്ദുവിൻ്റെ തീരുമാനം ശരിയായിരുന്നു. സാരംഗിൻ്റെ ഒപ്പം സത്യ ഓഫീസിൽ പോയി തുടങ്ങി. ഓഫീസ് കാര്യങ്ങൾ സാരംഗിൻ്റെ സഹായത്തോടെ ഏറെക്കൂടെ ഇപ്പോൾ മനസ്സിലാക്കി. മോളുടെ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ചയിലേറെയായി. പെണ്ണും ചെറുക്കനും വിരുന്ന് കൊടുക്കുന്ന ചടങ്ങ് നമ്മുടെ മോളുടെ കാര്യത്തിൽ മാത്രം നടക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾ എന്താ അവരെ വിളിച്ച് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്? ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? അവിടെയുള്ളവർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയില്ലേ? എന്തായാലും ഞാനിന്ന് അവളെ വിളിച്ച് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അവരായിട്ട് അറിഞ്ഞ് ചെയ്യുമെന്ന് കരുതിയാണ് ഇത്രയും നാൾ ഞാനൊന്നും മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ദിവസം കൂടുന്നതല്ലാതെ ആരും ഇതിനെക്കുറിച്ചുള്ള ചിന്ത പോലുമില്ല. സത്യ ഓഫീസിൽ പോയതിനു ശേഷം റൂമിൽ അലക്കാനിരുന്ന തുണികളുമായി നന്ദു വാഷിംഗ് മെഷീൻ അടുക്കളയ്ക്ക് ചെന്നു. അലക്കാനുള്ള ഡ്രസ്സ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്കിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. വേഗം മൊബൈൽ കയ്യിലെടുത്തു. സ്ക്രീനിൽ അമ്മ എന്ന് കണ്ടപ്പോൾ അവൾക്ക് ചിരിയായിരുന്നു. എന്താ അമ്മേ പതിവില്ലാതെ ഇന്ന് രാവിലെയാണല്ലോ? അച്ഛൻ എന്ത് ചെയ്യുന്നു? വല്യച്ഛനും രമേശ് ചേട്ടനും എല്ലാം എവിടെ? നീ ഇങ്ങനെ ഫോൺ എടുത്ത പാടെ ഒറ്റ ശ്വാസത്തിന് എല്ലാ വിശേഷങ്ങളും കൂടി ചോദിച്ചാൽ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. അതിനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്ന് വരുന്നൊരു ചടങ്ങുണ്ട്. അത് അവിടെയുള്ളവർക്ക് അറിയില്ല. ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായി? ഒരനക്കവും ഇല്ലാത്തത് കൊണ്ടാണ് സഹി കെട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത്. അമ്മയുടെ സംസാരത്തിലെ വിഷമം നന്ദുവിന് മനസ്സിലായി. അമ്മയെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതലായി മുത്തശ്ശനും അമ്മയും എല്ലാവരും ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് പറയാൻ ആർക്കും വയ്യ. വിവാഹം നടന്നതും എന്നെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളോടാണ് വിരുന്നിന് പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒന്നും മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ നന്ദു തീരുമാനിച്ചു. പതിവ് പോലെ ഓഫീസിൽ നിന്ന് ഫ്രഷായി ലാപ്ടോപ്പും എടുത്തിരുന്നു. നന്ദു റൂമിലേക്ക് കയറി വരുന്നതൊന്നും കണ്ടിട്ടും അവൻ കാണാത്ത ഭാവം നടിച്ചു. ചുരിദാറിൻ്റെ ഷോളിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് സത്യയുടെ മുന്നിൽ നന്ദു വന്നു നിന്നു. അവൻ തലയുയർത്തി നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പതിയെ മുരടനക്കി. സത്യ മുഖമുയർത്തി നോക്കി. എന്ത് വേണം? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. സാധാരണ വിവാഹം കഴിഞ്ഞ് 3-ന്റെ അന്ന് പെണ്ണിൻ്റെ വീട്ടിൽ വിരുന്നിന് പോകുന്നൊരു ചടങ്ങുണ്ട്. എൻ്റെ വീട്ടുകാർ നമ്മൾ ചെല്ലുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം ഏറെയായി. ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു എന്നാണ് അവിടേക്ക് വിരുന്ന് ചെല്ലുന്നതെന്നറിയാൻ. നിൻ്റെ വീട്ടിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. അതിന് എന്നോട് അനുവാദം വാങ്ങിക്കേണ്ട കാര്യം എന്താ? എൻ്റെ വീട്ടിൽ എനിക്ക് പോകുന്നതിന് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. പക്ഷേ നമ്മൾ 2 പേരും ഒന്നിച്ചാ വീട്ടിൽ ചെല്ലണം. അതാണ് ചടങ്ങ്. ഡാമിറ്റ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്നെ എന്തിനാ വെറുതെ വലിച്ചിഴയ്ക്കുന്നത്? എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് നീയാണ്, നിൻ്റെ സാമീപ്യമാണ്. ദയവ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത്. തലമുടിയിൽ പിച്ചി വലിച്ചുകൊണ്ട് സത്യ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളൊന്ന് തുടയ്ക്കാൻ പോലും മറന്ന് നന്ദു ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി. ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് പൊയ്ക്കോട്ടെ മുത്തശ്ശ? അവളുടെ കണ്ണു നിറച്ച് നിന്നുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ മുത്തശ്ശൻ അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി. എന്താ മോളെ, എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ? ചില സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ ജന്മം അദ്ദേഹം എന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു നേരത്തിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തെ അതൊന്നും കൂട്ടേണ്ട എന്നാണ് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. പക്ഷേ അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അങ്ങോട്ട് ചെല്ലണമെന്ന്. അതുപോലും എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. നീ ഇങ്ങനെ നിരാശപ്പെടാതെ മോളെ. മുത്തശ്ശൻ ആദ്യമേ പറഞ്ഞതല്ലേ അവൻ നിന്നെ അംഗീകരിക്കാൻ താമസിക്കുമെന്ന്. ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ. മോൾ സമാധാനമായിരിക്കുക. റൂമിനുള്ളിലേക്ക് അച്ഛനും മുത്തശ്ശനും കയറി വരുന്നത് കണ്ട് സത്യ ലാപ്ടോപ്പ് മാറ്റി വെച്ചു. അവളുടെ എന്തോ റെക്കമെൻഡേഷനുമായി വരുന്നതാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അച്ഛനും മുത്തശ്ശനും ബെഡിലേക്കിരുന്നു. സത്യ അവർക്കടുത്തായി ചെയർ നീക്കിയിരുന്നു. മുത്തശ്ശൻ പറയാൻ തുടങ്ങും മുമ്പേ തന്നെ സത്യ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത് അവളുടെ റെക്കമെൻഡേഷനുമായിട്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് കയറി ചെല്ലുന്നത്? സത്യയുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു. മോനെ, നിനക്കവരെ അറിയില്ലായിരിക്കാം, പക്ഷെ അവർ നിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളാണ്. ഈ ഭാര്യയെ പോലും ഞാൻ പരിചയപ്പെടുന്നത് നിങ്ങൾ പറയുമ്പോഴാണ്. എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ സത്യ, നിന്നെ വിശ്വസിച്ച് നിൻ്റെ ഒപ്പം ജീവിച്ചു തുടങ്ങുന്ന ഒരു പെൺകുട്ടിയാണവൾ. അവൾക്ക് മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. അപ്പോൾ പിന്നെ നീ പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകളുമുണ്ട്. ഇതിൽ നിന്നൊന്നും നീ ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം മുതൽ ആ വീട്ടുകാർ നിന്നെയും അവളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല അതൊരു ചടങ്ങ് കൂടിയാണ്. ഇതൊന്നും ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല ഇത്രയും നാൾ നിന്നെ നിർബന്ധിക്കാതിരുന്നത്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇനിയെങ്കിലും നീ ശ്രമിക്കണം. അതല്ല നിനക്ക് എന്നും ഇങ്ങനെ മറവിയുടെ ലോകത്ത് ജീവിച്ചാൽ മതിയോ? ഞങ്ങളുടെ പഴയ സത്യമായി മാറണ്ടേ? എല്ലാത്തിനും എനിക്ക് ആഗ്രഹമുണ്ട് മുത്തശ്ശ, പക്ഷേ എനിക്ക് പറ്റുന്നില്ല ആ കുട്ടിയെ എൻ്റെ ഭാര്യയെ കാണാൻ. ഒരു സുഹൃത്തായി പോലും നീ അവളെ കാണാൻ ശ്രമിക്കുന്നില്ലല്ലോ സത്യ. നിനക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് അവൾ നിന്നെ നോക്കിയത്. അതിൻ്റെ നന്ദിയെങ്കിലും നീ കാണിക്കണം സത്യ. പലതും ഞങ്ങൾ നിന്നോട് പറയാതിരിക്കുന്നത് നിൻ്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിൻ്റെ ചിന്തയിലില്ലെങ്കിൽ ഇനിയുള്ള ജീവിതമായി പൊരുത്തപ്പെടുവാനെങ്കിലും നീ ശ്രമിക്കണം. അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഉപദേശങ്ങൾക്ക് മൂർച്ചയേറി. ഞാനിപ്പോൾ അവളുടെ ഒപ്പം അവളുടെ വീട്ടിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോകാം. ലീവ് മീ എലോൺ പ്ലീസ്. കയ്യും കൂപ്പിക്കൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് മുത്തശ്ശനും അച്ഛനും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ അവസ്ഥ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം മാധവ. എല്ലാം ശരിയാവും അച്ഛാ. കണ്ണുനീർ തുടച്ചുകൊണ്ട് റൂമിന് പുറത്തുണ്ടായിരുന്നു എല്ലാം കേട്ടുകൊണ്ട് നന്ദു. ഞാൻ കാരണമാണിപ്പോൾ അദ്ദേഹം ഇത്രയും വിഷമിക്കുന്നത്. എന്നെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല മുത്തശ്ശ. ഞാൻ എൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടെ. എന്നെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമാകുന്നില്ല. ഞാനത് മനസ്സിലാക്കണ്ടേ? ഞാൻ പൊയ്ക്കോട്ടെ അച്ഛാ. മാധവൻ്റെ കയ്യിൽ പിടിച്ച് പൊട്ടിയൊഴുകുന്ന കണ്ണുകളെ തുടയ്ക്കാൻ പോലും മറന്നുകൊണ്ട് നന്ദു ചോദിച്ചു. മോളുടെ സങ്കടം ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. നീയും സത്യയും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കുറപ്പാണ്. അതിന് മോളിവിടെ വേണം. ഞങ്ങൾ മോളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ നിമിഷം മുത്തശ്ശൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. നന്ദു മുത്തശ്ശൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് ഏങ്ങിക്കരഞ്ഞു. എനിക്ക് വിട്ടിട്ട് പോകാൻ കഴിയില്ല. എനിക്കതിന് പറ്റില്ല മുത്തശ്ശ. ഞാൻ അത്രയും സ്നേഹിച്ചു പോയി. ഇട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. ഇവിടെ കഴിഞ്ഞോളാം. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് വരെ. അച്ഛനെയും അമ്മയെയും കാണാൻ എനിക്കൊന്ന് പോകണം. അച്ഛൻ എന്നെ നാളെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകുമോ? മാധവൻ അവളെ നെറുകിൽ തഴുകി. അച്ഛൻ്റെ സ്നേഹവാത്സല്യം ചാലിച്ച് നെറുകിൽ ചുംബിച്ചു. പുറത്തു നടക്കുന്ന സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് സത്യ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ.